ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നാളെ ഇവിടുത്തെ കുഞ്ഞാട് നേർച്ചയാണ്. അപ്പോൾ നാളെ 6-ാം തീയതി, ഇന്ന് 5-ാം തീയതിയാണ്, മറ്റന്നാൾ 7-ാം തീയതി, മറ്റന്നാണ് എൻ്റെ ബർത്ത്ഡേ. ശരിക്കും 7-ാം തീയതിയാണ് കുഞ്ഞാട് നേർച്ച ഉണ്ടാവാറ്. ബട്ട് ഇപ്രാവശ്യം വെള്ളിയാഴ്ച ആയ കാരണം അത് 6-ാം തീയതിക്ക് മാറ്റി വെച്ചു. അപ്പോൾ അതേ പോണ വഴിക്ക് കോടനാട് ഇവിടെ മറ്റേ ഗാനമേള നടക്കുന്നുണ്ട്. കൂടത്തുള്ള പാട്ട് പാടിയ ആളൊക്കെ വരുന്നുണ്ട്. അപ്പം നമ്മളവിടെ കയറിയില്ല, നമ്മൾ പള്ളിയുടെ അവിടേക്കാണ് പോണത്. അപ്പോൾ ഇതേ പോണ വഴിക്ക് സ്റ്റേജും കാര്യങ്ങളും മാലബൾബും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതേ സ്റ്റേജിൽ ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ പോവാണ് പള്ളിയുടെ അവിടേക്ക്. അപ്പോൾ ഇതേ പോണ വഴിക്ക് ഇങ്ങനെ പൊരിക്കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതേ നമ്മൾ പോണ വഴിക്ക് ഒരു സാധനം കണ്ടെന്ന് വെച്ചാൽ ദഫാണ്. അപ്പം അപ്പോൾ അവിടെ കുറച്ച് ബ്ലോക്കുള്ളതുകൊണ്ട് ഇങ്ങനെ പതുക്കെ അവിടെ നിന്നിട്ട് കണ്ടിട്ട് പോന്നു. പിന്നെ നമ്മളുടെ പള്ളിയുടെ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് അവിടെ ലൈറ്റൊക്കെ കാണുന്നത് പള്ളിയാണ്. അപ്പോൾ ഇത് പോണ വഴിക്കത് ഞാൻ പറഞ്ഞില്ല, ഫുള്ള് കച്ചവടക്കാരായിരുന്നു. അപ്പോൾ ഇവിടെ അത്യാവശ്യം നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഉപ്പ അവിടെ പള്ളിയുടെ അവിടെ ഞങ്ങളെ ഇറക്കി തന്നിട്ട് ഉപ്പ വണ്ടി പാർക്ക് ചെയ്യാൻ പോയി. അപ്പോൾ ഇതാണ് പള്ളി, നല്ല ഭംഗിയുണ്ട് കാണാൻ. അപ്പോൾ ഞങ്ങളിപ്പോൾ ഇത് അവിടെ ഇറങ്ങി നിൽക്കുകയാണ്. അപ്പോൾ ഇത് ഉപ്പ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് പള്ളിയുടെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട്. അപ്പോൾ ഉള്ളിൽ ഫുള്ള് കച്ചവടക്കാരാണ്. ഈ ഒരു ഭാഗത്ത് ഫുള്ള് കുറച്ചങ്ങോട്ട് ദൂരം വരെ നല്ല കച്ചവടക്കാരുണ്ട്. പിന്നെ ഇത് ഇപ്പുറത്തെ സൈഡിലും അത്യാവശ്യമുണ്ട്. പിന്നെ അവിടെ എക്സ്പോ തുടങ്ങിയിട്ടുണ്ട് ഇപ്രാവശ്യം. ഈ ഒരു പള്ളിയിൽ കുഞ്ഞാട് നേർച്ചയ്ക്ക് എക്സ്പോ ഉണ്ട്, പള്ളിയുടെ അപ്പുറത്തെ സൈഡിലാണുള്ളത്. അപ്പോൾ നമ്മൾ പള്ളിയിൽ ഫസ്റ്റ് കയറിയിട്ട് പിന്നെ എക്സ്പോക്ക് പോവും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പള്ളിയിലൊക്കെ ഒന്ന് കയറിയിട്ട് വരുന്നുണ്ട്. പള്ളിയുടെ ഇവിടെയൊക്കെ ഫുള്ള് മാലബൾബും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതേ ആ കാണുന്ന യന്ത്രൂഞ്ഞാലാണ്. അപ്പോൾ നമ്മളിത് അവിടുന്ന് പള്ളിയിലൊക്കെ കയറൽ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇതേ അങ്ങോട്ട് എക്സ്പോക്ക് പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ ഇത് നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട്. അവിടെ ഇതേ ഇങ്ങനെ ഇപ്രാവശ്യം മറ്റേ എക്സിബിഷൻ പോലെ മറ്റേതുണ്ട്, മക്കേനെ പറ്റിയിട്ടൊക്കെ ഉള്ള സ്റ്റിൽ മോഡൽസൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ അവിടെ ജസ്റ്റ് കയറാൻ 30 രൂപ വേണം. ഇതിൻ്റെ ഉള്ളിൽ കൂടെ കയറിയിട്ട് ആ റൈഡ്സിൻ്റെ അവിടേക്ക് പോകാൻ വരെ 30 രൂപ വേണം. പിന്നെ അത് കഴിഞ്ഞിട്ട് അവിടുത്തെ റൈഡിൽ കയറാൻ വേറെയും പൈസ വേണം. പക്ഷേ തൃത്താല കഴിഞ്ഞ പ്രാവശ്യം പോലെ കയറാൻ പൈസ ഒന്നും വേണ്ടിയിരുന്നില്ല, റൈഡിൽ കയറാൻ മാത്രം പൈസ മതിയായിരുന്നു. അപ്പോൾ നമ്മൾ എന്തായാലും കയറിയിട്ടുണ്ട്, ഇത് കാണാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. ഈ സംഭവം ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ കാണുന്നത്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറി. പിന്നെ ഇത് ഇപ്പുറത്തെ ഭാഗത്ത് ഇതുപോലെ സൂര്യനെ പിളർത്തിയ ഒരു സംഭവം പോലെയൊക്കെ ഉണ്ട്. ഇത് ലൈറ്റ് കാരണം വല്ല ഒന്നും കാണാനില്ല ക്യാമറയിൽ, ഫുള്ള് ലൈറ്റ് ആയതുകൊണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ ഇങ്ങനെ ഓരോന്നൊക്കെ കണ്ടു. അപ്പോൾ നമ്മളിത് ഇനി ഈ ഒരു റൗണ്ട് ഇങ്ങനെ റൗണ്ട് ഫുള്ളൊന്ന് കാണാം. നമ്മൾ ലൈനിൽ നിന്നിട്ടാണ് ഇതൊക്കെ കാണുന്നത്. കാരണം ഇതിൽ ഇങ്ങനെ കുറേ ആൾക്കാർ കയറിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ലൈനിൽ നിൽക്കിയിരുന്നു. പിന്നെ ഇവിടെ ഇങ്ങനെ വായിക്കാനുള്ള സംഭവങ്ങളും അങ്ങനെയൊക്കെയാണ്. അപ്പോൾ നമുക്കിത് ഫുള്ളൊന്ന് കാണാം. ഈ ഒരു ഇത് കാണാനൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഈ ഒരു റൗണ്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പുറത്തെ ഭാഗത്ത് കാലിഗ്രാഫി, അതുപോലെ നമ്മൾ പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്ന സാധനങ്ങളൊക്കെയാണ്. ഇത് സൗർ ഗുഹേൻ്റെ ഒരു മോഡലാണ്, നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. അപ്പുറത്തെ സൈഡിലേക്ക് പിന്നെ പോയി കഴിഞ്ഞാൽ നമ്മളെ പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്ന സാധനങ്ങൾ, അതുപോലെ കാലിഗ്രാഫി അങ്ങനെയുള്ള ഐറ്റംസൊക്കെയാണ് അവിടെ ആൾക്കാരിരുന്ന് വരക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഈ ഒരു റൗണ്ട് കഴിഞ്ഞിട്ട് ഇപ്പോൾ നമ്മൾ അവിടേക്ക് എത്താറായിട്ടുണ്ട്. ഇത് അത്യാവശ്യം തിരക്കുള്ളതുകൊണ്ട് നമ്മളിങ്ങനെ നീങ്ങിയിട്ട് വേണം പോകാൻ. അപ്പോൾ ഇതേ കണ്ടോ, അടിപൊളി കാലിഗ്രാഫീസൊക്കെ ഇവിടെ ഇങ്ങനെ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതൊക്കെ കണ്ടിട്ട് ഇങ്ങനെ നടക്കുകയായിരുന്നു. കണ്ടോ, പേപ്പറിലായിട്ടും അതുപോലെ ഫ്രെയിം ചെയ്തിട്ടൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ അപ്പുറത്ത് 2 ആൾക്കാർ ഇരുന്നിട്ട് വരയ്ക്കുന്നുണ്ട്. ഇത് കാലിഗ്രാഫിയുടെ ടൂൾസൊക്കെയാണ് തോന്നുന്നു. അപ്പുറത്തെ സൈഡിൽ 2 ആൾക്കാർ ഇരുന്നിട്ട് കാലിഗ്രാഫി ചെയ്യുന്നുണ്ടായിരുന്നു. ഇനി അപ്പുറത്തെ സൈഡിലാണ് നമ്മുടെ പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്ന ഐറ്റംസൊക്കെ ഉള്ളത്. കണ്ടോ, വിളക്ക്, പിന്നെ അതുപോലെ കിണ്ടി, പിന്നെ അതുപോലെ കൈലുകൾ, പിന്നെ
വേറെ എന്തൊക്കെ സംഭവങ്ങളുണ്ടായിരുന്നു, ഞാൻ കാണാത്ത പല ഐറ്റംസും ഉണ്ടായിരുന്നു. അതൊക്കെ ഞാൻ അവിടെ നിന്ന് കണ്ടു. പിന്നെ എന്താ ചെരുപ്പോ ആ സംഭവം എന്തൊക്കെ ഉണ്ടായിരുന്നു, മെതിയടിയോ അങ്ങനെ എന്തോ സാധനം, അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. പിന്നെ ഇഡ്ഡലി എല്ലാം വെച്ച് ഉണ്ണിയപ്പ ചട്ടി, അതുപോലെ സ്പൂണുകൾ, അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. ചില സാധനങ്ങളൊന്നും എന്താണെന്ന് എനിക്ക് അറിയണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ പുറത്തേക്ക് കടന്നപ്പോൾ ഇതുപോലെ അതിൻ്റെ ഉള്ളിലും ഉണ്ടായിരുന്നു കടകളും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മൾ ജസ്റ്റ് അവിടെ ഒക്കെ നോക്കുമ്പോൾ അടിപൊളി മോതിരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇത് നല്ല ഭംഗിയുള്ള ബട്ടർഫ്ലൈൻ്റെ മോതിരം ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ സാധാ മോതിരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ അവിടെ ഫുള്ളായിട്ട് കീ ചെയിൻസിൻ്റെ കളക്ഷൻ ഉണ്ടായിരുന്നു. കണ്ടോ, അടിപൊളി വെറൈറ്റി കീ ചെയിൻസൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ആദ്യമായിട്ട് കാണുന്ന കീ ചെയിൻസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഫുള്ളായിട്ടൊന്ന് നോക്കി, പക്ഷെ ഒന്നും മേടിച്ചിട്ടില്ല കേട്ടോ. നല്ല ഐസ്ക്രീം ലോലിപോപ്പിൻ്റെ ഒക്കെ ഷേപ്പിലുള്ള കീ ചെയിൻസ് ഉണ്ടായിരുന്നു. നമ്മളതൊക്കെ ജസ്റ്റ് നോക്കാൻ ചെയ്തിട്ടുള്ളൂ, ഒന്നും മേടിച്ചിട്ടില്ല. അത്യാവശ്യം റേറ്റ് ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ ഒന്നും മേടിച്ചിട്ടില്ലായിരുന്നു. പിന്നെ നമ്മൾ ജസ്റ്റ് നോക്കിയിട്ട് ഇങ്ങോട്ട് പോന്നു. അപ്പുറത്തെ സൈഡിൽ റൈഡുകളും പിന്നെ അതുപോലെ ഇങ്ങനെയുള്ള കുറേ സംഭവങ്ങളുണ്ടായിരുന്നു. പിന്നെ അവിടെ ഒരു മാജിക്കിൻ്റെ ഒരു സംഭവം ഉണ്ടായിരുന്നു, മാജിക്ക് ഫ്രീ ആയിട്ടുള്ളത്. പക്ഷെ അവിടെ തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ട് കുറേ ടൈമാവും തുടങ്ങാമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ അവിടെ നിൽക്കാതെ നേരെ റൈഡുകളൊക്കെ കയറാമെന്ന് വിചാരിച്ചിട്ട് പോയപ്പോൾ റൈഡിലൊക്കെ കയറാൻ നല്ല റേറ്റ് ആയിരുന്നു. 100 രൂപയൊക്കെ ഉണ്ടായിരുന്നു ഒരാൾക്കൊക്കെ, അതുകൊണ്ട് പിന്നെ കയറിയില്ല. പിന്നെ അപ്പുറത്തെ സൈഡിലത് ബുള്ളറ്റ് എന്തോ ഗിഫ്റ്റോ സമ്മാനം എന്തോ സംഭവം ഉണ്ടായിരുന്നു, അതൊന്നും ഞാൻ നോക്കാൻ പോയില്ല. റൈഡുകളിൽ കയറണം എന്ന് വിചാരിച്ചിട്ട് വന്നതാണ്, പക്ഷേ റേറ്റ് കൂടിയോണ്ട് ഞങ്ങൾ കയറിയില്ല. ഇനി തൃത്താല തുടങ്ങുമ്പോൾ കയറാമെന്ന് പറഞ്ഞു. അവിടെ ഇത്ര റേറ്റ് ഉണ്ടാവില്ല, അതുകൊണ്ട് ഞങ്ങൾ നേരെ തിരിച്ചു പോയപ്പോൾ അവിടെ ഇതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ ഞങ്ങൾ നിന്നപ്പോൾ ഫ്രീ ആയിട്ടല്ല, ഈ ബലൂൺ പൊട്ടിക്കുക, തോക്കിൽ അവരെന്തോ സംഭവം ഇട്ട് തരും. അപ്പോൾ അവിടെ കുറേ ചേട്ടന്മാർ അത് ചെയ്യുന്നുണ്ടായിരുന്നു. ബലൂൺ പൊട്ടിച്ചിട്ട് പ്രൈസൊന്നുമില്ല. പിന്നെ ഇപ്പുറത്തെ സൈഡിൽ ഈ ഒരു സംഭവം ഉണ്ടായിരുന്നു, അത് ഞങ്ങൾ ചെയ്തു. പിന്നെ ഈ ഒരു റൈഡിൽ ഇങ്ങനെ ആൾക്കാർ കയറിയത് കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് വീഡിയോ എടുത്തതാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടുന്ന് പൊട്ടാറ്റോ ചിപ്സ് കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ പള്ളിയുടെ ഇപ്പുറത്തെ സൈഡിലേക്ക് വന്നപ്പോൾ ഫുള്ള് കടകളായിരുന്നു. അപ്പോൾ നമ്മൾ അവിടെയൊക്കെ ജസ്റ്റ് എക്സ്പോൻ്റെ അവിടെ നിന്ന് പോന്നു. പിന്നെ ഇവിടെ നമ്മൾ ഇതൊക്കെ നോക്കിയിരുന്നു. പിന്നെ ഇത് യൂണിക്കോണിൻ്റെ എന്തോ സംഭവമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ എക്സ്പോൻ്റെ അവിടെ നിന്ന് പോന്നപ്പോൾ ഇവിടെ പള്ളിയുടെ അപ്പുറത്തെ ബാക്കിലേക്കുള്ള കടയിലാണ്. അപ്പോൾ നമ്മൾ അവിടെയൊക്കെ നോക്കിയിട്ട് ലാസ്റ്റ് ഐസ്ക്രീമും മേടിച്ചിട്ട് വീട്ടിലേക്ക് പോന്നു. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ.